ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഉൾപ്രദേശങ്ങളും മലയോര മേഖലയിലും പഴയ വണ്ടി മാറ്റിക്കൊണ്ട് പുതിയ ഓർഡിനറി ബസ്സുകൾ 30 സീറ്റാണ് ഈ വണ്ടിയുടെ കപ്പാസിറ്റി. നിന്ന് പോകാനും കഴിയും. എല്ലാ ഗ്രാമീണ മേഖലയിലെ ഒരു ഗവൺമെൻറ് ഒരു പോളിസി തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ധാരാളം പുതിയ റോഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പൊതുഗതാഗതം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഗ്രാമീണ മേഖലയിൽ പോകുമ്പോൾ വണ്ടികൾ ആളില്ലാതെ പോവുകയാണ്, ഡീസൽ വെറുതെ പോവുകയാണ്. അപ്പോൾ ഡീസൽ ലാഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ വണ്ടിയിലേക്ക് മാറുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ട്രയലാണ് ഈ വണ്ടി. നാളെ മുതൽ കൊല്ലം ജില്ലയിലും 10 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലും മലയോര മേഖലകൾ നമ്മൾ ട്രയൽ നടത്തും. വണ്ടി മലയോര മേഖലയിൽ കയറി പോകുന്നുണ്ടോ, ഇടവഴിയുള്ള ചെറിയ ചെറിയ വഴികളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രയൽ വെച്ചിരിക്കുന്നു. മറ്റ് പല കമ്പനികളും ട്രയൽ വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റയാണ് ആദ്യം വന്നത്. മറ്റ് കമ്പനികൾ അവരുടെ വണ്ടികളുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങും. കാരണം ഈ ബഡ്ജറ്റിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട് വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത്രയും ഫ്ലീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കുകയും കുറേ ഫ്ലീറ്റുകൾ മാറ്റുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട KSRTCയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, KSRTC ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി KSRTC വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൺസെഷൻ എടുക്കുന്ന ഒരു ആപ്പ് ഇന്നലെ മുതൽ റൺ ചെയ്യുന്നുണ്ട്. KSRTCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആപ്പിന്റെ ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. ആർക്കും, കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആപ്പ് കൈകാര്യം ചെയ്യാം. ഇനി ബസ് സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റേഷനിലേക്കോ ഓഫീസിലേക്കോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകേണ്ടതില്ല. ഞങ്ങളൊരു ആപ്പ് നേരത്തെ ആദ്യം വെബ്സൈറ്റിലാണ് വന്നത്, ഇപ്പോൾ നമ്മളത് ആപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ആ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക. KSRTC കൺസെഷൻ എന്നുള്ള പേരിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ട്യൂട്ടോറിയൽ കാണുക. യൂസർ ഐഡിയും പാസ്വേഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രക്ഷിതാവിനും കുട്ടിക്കും ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ് മാത്രം മതി, വേറെ കാർഡുകളൊന്നും വേണ്ട. പിന്നെ കുട്ടിയുടെ ഫോട്ടോ, ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്നെല്ലാം കൊടുക്കുക. അതിനകത്ത് കണ്ടു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ വ്യക്തമായി ആർക്കും തന്നെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാം. പണം അതിൽ തന്നെ അടയ്ക്കാം. റിസൾട്ടായിട്ടും ഒരു മെസ്സേജ് വരും, ഇന്ന ദിവസം ഇന്ന ഡിപ്പോയിൽ വന്ന് നിങ്ങളുടെ കൺസെഷൻ കളക്ട് ചെയ്യാമെന്ന് പറയും. ആ ദിവസം പോവുക, ഐഡന്റിറ്റി കാർഡ് കാണിക്കുക, കൺസെഷൻ വാങ്ങിച്ച് ഒപ്പിട്ട് ഒരു ക്യൂ നിൽക്കേണ്ട, തള്ളണ്ട, ഒന്നും വേണ്ട. വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ കൺസെഷൻ കാർഡുകൾ മുഴുവൻ സ്മാർട്ട് കാർഡായിട്ട് മാറും. അവധി ദിവസങ്ങൾ ഒഴിച്ച് വർക്കിംഗ് ഡേയിലെല്ലാം കുട്ടികൾ കൊടുക്കുന്ന കൺസെഷൻ കോളേജിലെയോ അല്ലെങ്കിൽ സ്കൂളിലെയോ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ കലണ്ടറുണ്ട്. ആ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുക്കുന്ന പാസ് കൊടുക്കുന്നത്. അവധി ദിവസങ്ങളിൽ പാസ്സില്ല, പക്ഷേ ഇതൊരു കാർഡായിട്ട് മാറും. ആ കാർഡ് സ്വീപ്പ് ചെയ്തതിന്റെ പുറത്തുനിന്ന് നമുക്ക് മെസ്സേജിന് കറക്റ്റ് അറിയാൻ പറ്റും. എത്ര സ്റ്റുഡൻസ് വണ്ടിയിൽ കയറി, എത്ര ക്യാൻസർ പേഷ്യൻസ് കയറി, എത്ര ടിക്കറ്റ് വിറ്റു, ഫുൾ ടിക്കറ്റ്, ഇതെല്ലാം നമുക്കറിയാം. ഇപ്പം തന്നെ നമുക്കറിയാൻ കഴിയും. നമ്മൾ തുടങ്ങിയ നമ്മുടെ പരീക്ഷണമായിട്ട് നടത്തുന്ന പല ആപ്പിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് എനിക്കും മാനേജർ CMDക്കും കിട്ടും. എത്ര വണ്ടി ഇപ്പോൾ കേരളത്തിൽ ഓടുന്നുണ്ട്, ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള കളക്ഷൻ അത്രത്തോളം അപ്ഡേറ്റ് ആണ്. നമ്മൾ വണ്ടികൾ വരുന്നത് അറിയാൻ കഴിയുന്ന ആപ്പ് മാത്രമല്ല, KSRTCയിലെ എല്ലാ ബസ് ഡിപ്പോയിലും ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടന്നു പോകാൻ ഒരു പ്രത്യേക പാസേജ് ഇപ്പോൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ടൈൽസാണ്, അത് ഒട്ടിക്കാനാണ് തീരുമാനിക്കുന്നത്. പിന്നെ എറണാകുളം ഡിപ്പോയെക്കുറിച്ചാണ് എല്ലാവരുടെയും പരാതി, മഴവെള്ളം കയറുന്നു എന്നുള്ളതാണ്. എറണാകുളം ഡിപ്പോയുടെ നവീകരണം തീരുമാനിച്ചു കഴിഞ്ഞു. CMD തന്നെ പോയി ഒരു പ്രപ്പോസൽ തയ്യാറാക്കുകയാണ്. ആ പ്രപ്പോസൽ വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ കയറി നമ്മുടെ ആ ബിൽഡിംഗ് ടോട്ടലി നന്നാക്കാൻ പോകും. അത് KSRTC തന്നെ നന്നാക്കും. അതിനകത്ത് വെള്ളം കയറാതിരിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കിയതിനു ശേഷം ഞാൻ ഒരു ദിവസം എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം CMD ഒരു പ്രപ്പോസൽ തരികയാണ്. അദ്ദേഹം ഡിസൈൻ ചെയ്യണം. അദ്ദേഹം ഡിസൈൻ തന്നിട്ട് നമ്മൾ അതിനകത്താണ് ചെയ്യാൻ. ഏതായാലും KSRTC ബസ് സ്റ്റേഷനിൽ വെള്ളം കെട്ടൽ എന്നുള്ള എറണാകുളത്തെ പരാതി ഞങ്ങൾ മറ്റുള്ളിടത്ത് വെള്ളം വരുന്നോ ഞങ്ങൾക്ക് അറിയേണ്ട, ഇതിനകത്ത് കയറാതിരിക്കാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കുന്നു. അത് ഹൈറ്റ് കൂട്ടും. പിന്നെ തോടിൽ നിന്ന് വെള്ളം കയറാതിരിക്കാനുള്ള പരിപാടി, തോടിൽ അടഞ്ഞു കിടക്കുന്ന ഭാഗം ഞങ്ങളുടെ ഭാഗത്തിനും അടഞ്ഞു കിടക്കും, അതിലാണ് പൊങ്ങുന്നതെന്നാണ് CMD കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് മാറ്റി. അല്ല, 10 രൂപയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഉടനെ ചെയ്യും. കോൺട്രാക്ടർമാർ ധൈര്യമായിട്ട് എടുക്കാം. കാരണം നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതിനുള്ള പരാതി ഇനി ഉണ്ടാവില്ല. പാർട്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കും. ചെറിയ എമൗണ്ട് ആയിട്ട് കൊടുത്താൽ നമ്മൾ അറിയില്ല. 1 കോടി രൂപയുടെ വർക്കാണെങ്കിലും ഞങ്ങളൊരു 5 ലക്ഷം പണി തീരുന്നതനുസരിച്ച് 5 ലക്ഷം 10 ലക്ഷം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പൈസ കിട്ടത്തില്ല എന്നുള്ള പേടി ഇനി വേണ്ട. ആദ്യ വീഡിയോയിൽ പറഞ്ഞത് ഈ ധനമന്ത്രിയുമായിട്ടും ഗതാഗത മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രി ചർച്ച നടത്തി KSRTC ശമ്പളം ഉടനെ പരിഹരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡേറ്റ് അദ്ദേഹം അവൈലബിളായിട്ട് അറിയിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കിയിട്ട് അദ്ദേഹം ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു.
അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഡേറ്റ് അറിയിച്ചാലുടൻ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരിക്കും. അതിലൊന്നും ഒരു മാറ്റമില്ല. അറിയാത്ത ഒരു കാര്യവും പറയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. പറഞ്ഞ കാര്യങ്ങൾ നടക്കും. ഒരു 6 മാസത്തിനുള്ളിൽ എല്ലാം ഒത്തുവന്നാൽ കേരളത്തിലെ KSRTCയിലെ ടിക്കറ്റിംഗ് സംവിധാനങ്ങളെല്ലാം ഇന്ത്യയിലെ നമ്പർ 1 ആയി വിദേശ രാജ്യങ്ങൾ കാണുന്നതുള്ള സംവിധാനങ്ങൾ വരും. ഓക്കെ.